കേരളീയ മുസ്ലിങ്ങളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കാസർഗോഡ് മാലിക് ദിനാർ വലിയ ജുമൂത്ത് പള്ളി. ഇസ്ലാം മത പ്രചാരണത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ച മാലിക് ബിനു ദിനാറിന്റെ പേരിലുള്ളതാണ് ഈ പള്ളി. മാലിക് ബിനു ദിനാറിന്റെ സഹോദരപുത്രൻ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച പള്ളികളിലൊന്നാണ് ഇത്. പള്ളിയുടെ പടിവാതിലിൽ അറബിയിൽ കൊത്തിവെച്ചിട്ടുള്ളത് കേരള മുസ്ലിം ചരിത്രത്തിലെ സുപ്രധാന പ്രമാണിക് രേഖകളിലൊന്നാണ്. ഹിജ്റ 22 റജബ് 13 തിങ്കളാഴ്ചയാണ് ഈ പള്ളിയുടെ നിർമ്മാണമെന്നാണ് ഈ പ്രമാണരേഖ പറയുന്നത്. മുദ്രിസ്, കൊല്ലം, കാസർഗോഡ്, ശ്രീകണ്ഠേശ്വരം, വളപട്ടണം, മാടായി, പന്തലായിനി, കൊല്ലം ചാലിയം എന്നീ 9 സ്ഥലങ്ങളിൽ ഇതിനോടൊപ്പം പള്ളികൾ നിർമ്മിച്ചിരുന്നെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ അവയൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാസർഗോട്ടെ പള്ളി സശ്രദ്ധം പരിരക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ അതിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ പള്ളി വിപുലീകരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കും ദിനംപ്രതി എത്തുന്ന സന്ദർശക ബാഹുല്യം കണക്കിലെടുത്ത് 5000-ഓളം പേർക്ക് ഒരേ സമയം നമസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ സൗകര്യങ്ങൾ ഒരു നവീകരണ പ്രവൃത്തി നടത്തുന്നത് അത് ആ പള്ളിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ പഴയ പള്ളീൻ്റെ പൂർണ്ണമായ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ 2 സൈഡിൽ നവീകരണവും പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണ പ്രവർത്തനമാണ് ഈ നടത്തുന്നത്. ഇപ്പോൾ 5000 ആൾക്ക് ഒരേ സമയത്ത് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പള്ളിയുടെ വാതിലുകളിലും തൂണുകളിലുമെല്ലാം തത്വശാസ്ത്രജ്ഞരുടെയും കൊത്തുപണിക്കാരുടെയും കലാവിരുതുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ അകത്തളങ്ങൾ ആദ്യമായി ദർശിക്കുന്ന ഒരാൾ ഈ മരങ്ങൾ അതിസൂക്ഷ്മമായി മെനഞ്ഞുണ്ടാക്കിയ പുഷ്പങ്ങളുടെയും ഇലകളുടെയും ചിത്രങ്ങൾ കണ്ടാൽ അതിശയിക്കാതിരിക്കില്ല. 3 വർഷത്തിലൊരിക്കൽ ഇവിടെ മാലിക് ദിനാർ ഉറൂസും നടത്തിവരുന്നുണ്ട്. റംസാൻ മാസമായതോടെ സന്ദർശകരുടെ തിരക്കാണ് പള്ളിയിൽ. എല്ലാ ദിവസവും എല്ലാവർക്കുമുള്ള ഇഫ്താറും ഇവിടെ തന്നെ ഒരുക്കുമെന്നും പള്ളി കമ്മിറ്റി സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു.